ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബൊഗ്വേ ചാനൽ. അപ്പോൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തോ, ഫ്രണ്ട്സുമായിട്ട് റെക്കമെൻഡ് ചെയ്തോ. സെൽവമണി സെൽവരാജ് സംവിധാനം ചെയ്ത് ദുൽഖർ സൽമാൻ, ഭാഗ്യശ്രീ ബോയ്സ്, സമുദ്രകനി, റാണ ദഗപതി എന്നിവരെ പ്രധാന വേഷത്തിലെത്തിച്ച് 2025 റിലീസ് ചെയ്ത ഒരു തമിഴ് ഫിലിമാണ് കാന്ത. എം.എസ്. ത്യാഗരാജ ഭാഗവതർ എന്ന തമിഴ് ആദ്യ സൂപ്പർ സ്റ്റാർ എന്നറിയപ്പെടുന്ന പുള്ളിയുടെ ഒരു ബയോപിക് ബേസ്ഡായിട്ടാണ് ഈ സിനിമ എടുത്തിട്ടുള്ളത്. കൊമേഴ്ഷ്യലി ഹിറ്റല്ലായിരുന്നില്ലെങ്കിലും പെർഫോമൻസ് വൈസ് ഒക്കെ നോക്കുമ്പോൾ എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമായിരുന്നു, എക്സ്പെഷ്യലി ദുൽഖർ സൽമാൻ ആൻഡ് ഭാഗ്യശ്രീ ബോയ്സ്. ആ സിനിമയുടെ പനിമലരെ എന്ന സോങ് ആണ് നമ്മൾ ഇന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ വീഡിയോ സോങ് ആണ്. സോ ഇത് പാടിയിരിക്കുന്നത് പ്രദീപ് ആൻഡ് പ്രിയങ്കയാണ്. ഇതിൻ്റെ ലിറിക്സ് എഴുതിയിട്ട് കുട്ടി രേവതി ആൻഡ് ഇതിൻ്റെ മ്യൂസിക് ജാനു ചന്ദ്രാണ്. ഈ സിനിമയിലെ മ്യൂസിക്കിൻ്റെ സോങ്സും കാര്യങ്ങളൊക്കെ സൂപ്പറായിരുന്നു. ആൻഡ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും സ്കോറുകളൊക്കെ ചെയ്തിട്ടുള്ളത് ജേക്സ് ബിജോയാണ്. ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തായിരുന്നു സ്പിരിറ്റ് മീഡിയ ആൻഡ് വെയ്ഫെയർ ഫിലിംസ്, റാണ ദഗപതി ആൻഡ് ദുൽഖർ സൽമാൻ. സോ അതാണ് നമ്മൾ ഇന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു പടത്തിൽ എല്ലാ പാട്ടും അതിൻ്റേതായ ഒരു റെട്രോ വൈബ്, ഒരു പഴയ വൈബ്, ആ ഒരു പഴയ ടച്ച് അതിലുണ്ട്. ആയിശ്വരിയെ കാണാൻ കറക്റ്റ് പഴയ ലുക്കുള്ള ലേഡി. ഇഷ്ടത്തിലാവുന്ന ആ ഒരു രംഗങ്ങൾ തുടങ്ങുന്നതാണ്. சுடுவது தீயா நீயாகே, வளர்ப்பிறையே புதுமழையே தொடுவது நீயா தீயா, யாரோடும் கோராத ഈ ലൈൻ காதோரம் கேளாத மௌனத்தில் நீயே நின்றாய். ആക്ച്വലി ഈ ഒരു പാട്ട് കാണുമ്പോൾ എനിക്ക് ഒരു റോമിയോ ജൂലിയറ്റ് ഫീലാണ്. അത് വെച്ചാൽ രണ്ടുപേരും നല്ല ഡ്രസ്സിൽ, ആ ഒരു ക്യൂട്ട് കോസ്റ്റ്യൂം, ആ ഒരു കോട്ടും ആ ചോപ്പും എല്ലാം ചേർന്നൊരു ആ ഒരു കെമിസ്ട്രി വർക്കൗട്ടും, ആ ഭാഗ്യശ്രീയുടെ നോട്ടവും, ആ ദുൽഖറിൻ്റെ ആ ചാം, ആ ഓറ അറിയാത്ത പോലെയുള്ള ആ ഒരു നിൽപ്പും എല്ലാം ഈ പാട്ടിന് നല്ലൊരു രീതിക്ക് തന്നെ കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പൊ സ്റ്റെപ്പും കാര്യങ്ങളും കൊള്ളാം. പഴയ കാലത്തെ VFX ആയിരിക്കും അത്. സൂപ്പർ മ്യൂസിക്കാണ് ജാനു ചന്ദ്രൻ്റെ. രണ്ടുപേരും കട്ടക്കാരൻ അഭിനയിച്ചുകൊണ്ടിരുന്ന സിനിമയിൽ സത്യം. കാരണം ഇതില് ദുൽഖറായാലും ഭാഗ്യശ്രീ ആയിരുന്നാലും അവർ തമ്മിലായിരുന്നു ഒരു എന്താ പറയുക, ഒരു കോമ്പറ്റീഷൻ, ആര് നന്നായിട്ട് അഭിനയിക്കുന്നു. ഈ സിനിമയും അങ്ങനെയാണ്. ഒരു നായകൻ, ഒരു നായിക, രണ്ടുപേരും കെമിസ്ട്രിയിലായിട്ട് അത് പെയറായിട്ട് അഭിനയിക്കുന്നു. അവർ തമ്മിൽ കുറച്ച് കാര്യങ്ങൾ സംഭവിക്കുന്നു. അവർ തമ്മിലുള്ള ആ ഒരു പ്രണയം, അവർ തമ്മിലുള്ള ആ ഒരു ചർച്ചാ വിഷയങ്ങളൊക്കെ അവരത് ചെയ്ത്, അത് എമോഷണൽ സീൻസിലായാലും, ദേഷ്യം വരുന്ന സീൻസിലായാലും, റൊമാൻസ് സീൻസിലായാലും രണ്ടുപേരും കണ്ണുകൊണ്ട് അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ ആക്ച്വലി ദുൽഖർ ഇത്രയും പെർഫെക്റ്റ് ആയിട്ടൊന്നും അഭിനയിക്കുന്നൊന്നും ഒരിക്കലും വിചാരിച്ചില്ല. ആൻഡ് ഭാഗ്യശ്രീ ബോയ്സിൻ്റെ കാര്യം ഞാൻ പറയണ്ട, അത് എങ്ങനെ വന്നെന്ന് ഞാൻ ഇപ്പോഴും സ്റ്റിൽ വണ്ടറിങ് ആണ്. ഈ ഒരു ഷൂട്ടിംഗ് സെറ്റാണ് സിനിമ മുഴുവൻ മെജോറിറ്റി. ആ ലിറിക്സും ഒരു പഴയ ലിറിക്സുകളാണ്.
ஒன்றாகவா 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 வா, 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 வா. പ്രണയത്തിലായി. ആക്ച്വലി ഇതിൽ മെയിൻ വിറ്റെന്ന് വെച്ചാൽ ഈ പാട്ടും ഒരു സ്ലോ പേസ്ഡ് പാട്ടാണ്. ഇപ്പൊ തന്നെ കണ്ട 3-3.5 മിനിറ്റോളം ഈ പാട്ടുള്ളൂ. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് തോന്നിയില്ലേ ഒരു 5-6 മിനിറ്റോളം ഈ പാട്ടുണ്ടായിരുന്നെന്ന്? ഇതാണ് സിനിമയും. അതായത് നിങ്ങൾക്ക് തോന്നും കുറേയൊക്കെ എന്ത് പെട്ടെന്ന് തീരുന്നില്ല എന്നൊക്കെ, പക്ഷെ അത്രയും ദൈർഘ്യമുണ്ട് സിനിമയ്ക്ക്. അതുപോലെയാണ് പാട്ടും. പക്ഷെ അത് സ്ലോ പേസിൽ ആ ലിറിക്സ് ആയാലും, കാരണം പഴയ കാലഘട്ടത്തിലല്ലേ സിനിമയും വരുന്നത്, അപ്പോൾ അതിൻ്റെ എല്ലാ പാട്ടുകളായാലും ആ പഴയ കാലഘട്ടത്തിൽ അതേപോലത്തെ ലിറിക്സും മ്യൂസിക്കും ആ ഒരു സ്ലോനെസ് ഈ പാട്ടിലുണ്ട്. ഇപ്പം കണ്ടില്ലേ, ഇപ്പം പേഴ്സണലി എനിക്കും ഫീൽ ചെയ്തു ഈ പാട്ട് ഇത്രയും ഉണ്ടായിരുന്നു. കാരണം കണ്ടോണ്ടേ ഇരിക്കുകയാണ് ഞാൻ, നിങ്ങളും. ഇത് ഈ ലിറിക്സ് പ്രണയത്തിൽ വീണ് ഗൈസ്. ഞാൻ പറഞ്ഞില്ലേ സിനിമയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവരുടെ വൺ ഓഫ് ദിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇവരുടെ കെമിസ്ട്രിയാണ്. രണ്ടുപേരും ആ ഒരു റൊമാൻസ്, ആ ഒരു കണ്ണുണ്ടാക്കിയ ഒരു ലവ് കാണിക്കുന്നുണ്ട്. ഈ പഴയ കാലഘട്ടത്തിൽ എന്ന പോലെ തന്നെ അതേപോലെ അവരെല്ലാം അതുപോലെ തന്നെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. നമുക്കൊന്നും എന്താ പറയുക, ഒരു ആർട്ടിഫിഷ്യലായിട്ടോ അല്ലെങ്കിൽ ഒരു പുതിയ സാധനങ്ങളോ എല്ലാം പഴയ സിനിമയിലൊക്കെ കണ്ട പോലെ ആ ഒരു ആക്ടിങ് വൈസ് അതിൽ അഭിനയിക്കുന്നതായിട്ടായാലും സംസാരിക്കുന്നതായിട്ടായാലും കാര്യങ്ങളൊക്കെ എല്ലാം. ആൻഡ് ദുൽഖറിൻ്റെ അടുത്ത് നിന്നും ദുൽഖർ നന്നായിട്ട് അഭിനയിക്കുമെന്ന് എനിക്കറിയാം. പക്ഷെ ഇമാതിരി പെർഫോമൻസ് ദുൽഖർ എന്താ പോർട്രേറ്റ് ചെയ്ത് ഒരു സിനിമയിലേക്ക് തരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല. ദുൽഖറിൻ്റെ കോൺഫിഡൻറ്റും അത്രയ്ക്കും ഉണ്ടായിരുന്നു ഈ സിനിമയിൽ ഞാൻ നന്നായിട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെയാണ് നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട്, അഭിനയിച്ച് തള്ളി വെച്ചിട്ടുണ്ട്. അതിപ്പം ഇമോഷണൽ ലവ് സീൻസും എല്ലാ സീൻസിലും അരോഗൻ സീൻസ്, ഓറ സീൻസ് എല്ലാത്തിലും കിട്ടില്ലനായിട്ട് ദുൽഖർ പെർഫോം ചെയ്തിട്ടുണ്ട്. ഞാൻ പലപ്പോഴും തിയേറ്ററിൽ ഇരുന്നിട്ട് ആലോചിച്ചിങ്ങനെയാണ്, ദുൽഖർ ഇത്രയും സൂപ്പറായിട്ട് ചെയ്യുമെന്ന്. അമ്മാതിരി സാധനമാണ് ദുൽഖർ ചെയ്തിട്ടുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ കാന്തായിൽ ദുൽഖറിൻ്റെ ആ ഒരു വേഷം, ആ ഒരു ക്യാരക്ടർ ദുൽഖർ പ്ലേ ചെയ്ത് സൂപ്പറായിരുന്നു. പിന്നെ ഭാഗ്യശ്രീ ബോയ്സിൻ്റെ കാര്യം പറയുമ്പം, ഭാഗ്യശ്രീ ബോയ്സിൻ്റെ ഞാൻ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല ഇതുപോലത്തെ ഒരു പെർഫോമൻസ് വരുമെന്ന്. ഞാൻ സിനിമയിൽ കണ്ടുകൊണ്ടിരുന്നപ്പം ഭാഗ്യശ്രീ ബോയ്സ് കിട്ടില്ലനായിട്ട് ചില സമയം നമുക്ക് ചിലപ്പോൾ തോന്നുമായിരിക്കും ചലിപ്പിച്ച് അല്ലെങ്കിൽ എന്തോന്ന് വലിപ്പിക്കണം ഇങ്ങനെയൊക്കെയെന്ന്. പക്ഷെ അങ്ങനത്തെ ഒരു ഫീൽ ചെയ്യൂല, സൂപ്പറാണ്. അതിനുശേഷം കുറേ ട്രോളുകൾ അല്ലെങ്കിൽ കുറേ കാര്യങ്ങളൊക്കെ വന്ന് പുള്ളിക്കാരിയെ ഗ്ലാമറസ് റോളിൽ മാത്രം നിർത്തേണ്ടതല്ല, ആക്ടിങ് സ്കില്ലുള്ള ആളാണ്, ആക്ടിങ് സിനിമകളൊക്കെ കൊടുക്കണം, അല്ല ഗ്ലാമറസ് റോളിൽ മാത്രം ഭാഗ്യശ്രീനെ നിർത്തേണ്ട ആവശ്യമില്ല, നല്ല ഇതാണ്, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളും സംസാരങ്ങളൊക്കെ ഉണ്ടായി. അത് കറക്റ്റാണ്, കാരണം അമ്മാര് സൂപ്പറായിട്ട് അഭിനയിക്കുന്നുണ്ട്. പിന്നെ എന്തിനാണ് ഈ എപ്പോഴും ഗ്ലാമറസ് റോള്? അതിൻ്റെ ആവശ്യമില്ല. ഇതുപോലെ നല്ല റോൾസുകളും കിട്ടും, ഇനി കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. പിന്നെ ഇതിൻ്റെ സമുദ്രഖനി പിന്നെ ഈ ഒരു സഹനടനായിട്ട് വന്ന് സ്ഥാനം പിടിക്കുക എന്നുള്ളത് സമുദ്രഖനിയുടെ ഒരു ഫേവറേറ്റ് മൊമെൻ്റ് ആണ്. എല്ലായിടത്തും വരിക, കുറച്ച് റോൾ ചെയ്യുക, അവിടെ ഒരു പീക്ക് മൊമെൻ്റ് ഉണ്ടാക്കുക. അത് ഈ സിനിമയിലും സമുദ്രഖനി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ റാണാ ദഗ്ബതി സെക്കൻഡ് ഹാഫിൽ വരുന്ന റാണാ ദഗ്ബിൻ്റെ ഒരു കുറച്ച് ക്യൂട്ടായിട്ടുള്ള ഒരു കുറച്ച് ചെറിയ കോമഡികൾ, പിന്നെ ആ ഒരു സംസാരങ്ങൾ, ആ ഒരു അരഗൻറ്റ്, അതൊക്കെ ആയിട്ട് റാണാ ദഗ്ബതി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതിൽ മ്യൂസിക്കും ഞാൻ പറഞ്ഞില്ലേ, സോങ്സ് ഒക്കെ കമ്പോസ് ചെയ്തിട്ടുള്ള ജാനു ചന്ദ്രാണ്. പാട്ടൊക്കെ കിടിലം പാട്ടുകളാണ്, എല്ലാം ഫീൽ ചെയ്ത് എനിക്ക് ഏറ്റവും ഇഷ്ടം പനിമലരെക്കാട്ടി ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് മറ്റേ കൺമണിനി എന്നഴകി ആ പാട്ടാണ്. അതും പ്രദീപ് തന്നെയാണ് പാടിയത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ പാട്ടാണ്. ആൻഡ് ഇതിൽ എന്താ പറയുക, ബാക്ക്ഗ്രൗണ്ട് സ്കോറും കാര്യങ്ങളൊക്കെ ചെയ്ത് ജെയ്ക്സ് ബിജോയാണ്.
ഇതിൽ ആ ഒരു മെയിൻ സെറ്റിംഗ് ഉണ്ട്, ടീസറിലും ട്രെയിലറിലൊക്കെ വരുന്ന സെറ്റിംഗ് നിങ്ങൾക്ക് കേട്ടാൽ മനസ്സിലാവും. ആ സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. ആൻഡ് സെൽവമണി സെൽവരാജ് നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കൊമേഴ്ഷ്യലി പടം അത്ര ഹിറ്റായിട്ടൊന്നുമില്ല, ബട്ട് ആർട്ടിക്കലി എല്ലാവരും റിവ്യൂസും കാര്യങ്ങളും പറഞ്ഞ് അല്ലെങ്കിൽ പെർഫോമൻസ് വൈസ് ഒക്കെ നോക്കുമ്പോൾ പടം നല്ല രീതിക്ക് തന്നെയാണ്. ആൻഡ് കൊമേഴ്ഷ്യലി പടം ഇച്ചിരി ഡൗൺ ആയിരുന്നു, ഇച്ചിരിയല്ല നല്ല രീതിക്ക് ഡൗൺ ആയിരുന്നു. കാരണം അത്രയ്ക്കും തിയേറ്ററിലെ ആൾക്കാരെ പുൾ ഓഫ് ചെയ്യാൻ പറ്റിയില്ല. ദുൽഖർ എന്ന ഒറ്റ ഒരു മാൻ കാരണമാണ് ബാക്കിയൊക്കെ അവിടെ ഒന്ന് എന്താ പറയുക ഓടിയത്. പിന്നെ സ്പിരിറ്റ് മീഡിയ വെയ്ഫെയറർ ഫിലിംസ്, ദുൽഖറിൻ്റെ വെയ്ഫെയറും സ്പിരിറ്റ് മീഡിയ റാണ ദഗുപതിയും വേറെ രണ്ടുപേരും ചേർന്നാണ് ഈ സിനിമ പ്രൊഡ്യൂസും ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവരുടെ ഒരു കൂട്ടായ്മ, റാണയും ദുൽഖറും തമ്മിലുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ട്, അവരിപ്പോൾ എവിടെ പോയാലും ആ ഒരു എന്താ പറയുക റൗണ്ട് ടേബിൾ, പ്രൊഡ്യൂസേഴ്സ് റൗണ്ട് ടേബിൾ, ആക്ടേഴ്സ് റൗണ്ട് ടേബിളിലൊക്കെ അവർ പോവുക, സംസാരിക്കുക എന്നുള്ളതൊക്കെ അതിപ്പം സുപരിചിതമായിട്ട് വരികയാണ് അവർ തമ്മിലുള്ള ആ ഒരു ശരിക്കുമുള്ള ഒരു ബോണ്ട്. പിന്നെ സിനിമയിൽ പഴയകാലം ആർട്ട് വർക്ക്, എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. ഏറ്റവും പറയാനുള്ളത് ദുൽഖറിൻ്റെ ആക്ടിങ്. ഈ പാട്ടും അതുപോലെ തന്നെയാണ്, നല്ല പാട്ടാണ്, വളരെ സ്ലോ പേസ്ഡ് ആയിട്ടുള്ള. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, കേട്ടുകൊണ്ടിരുന്നപ്പോൾ തീരാത്ത പോലെ തോന്നി. കാരണം അത്രയും ഉള്ള ഒരു പക്ഷേ വെറും 3 മിനിറ്റ് പാട്ടുള്ളൂ. ആൻഡ് പാട്ടും പനിമലരെയും നല്ല പാട്ടാണ്, സൂപ്പർ പാട്ടാണ്. ആൻഡ് മൊത്തത്തിൽ ഇനിയിപ്പോൾ അയാം ഗെയിമും വരുന്നുണ്ട്, ദുൽഖർ എന്താവുമെന്ന് കണ്ടറിയാം ഗൈസ്. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തോ, ഫ്രണ്ട്സുമായിട്ട് റെക്കമെൻഡ് ചെയ്തോ, ഷെയർ ചെയ്തോ. ബൈ ഗൈസ്.